ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോ നമുക്ക് നണ്ട് റോസ്റ്റ് ചെയ്താൽ നണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇതൊന്ന് ക്ലീൻ ചെയ്ത് നണ്ട് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. എൻ്റെ കട്ടിങ് ഒന്ന് നോക്കിക്കോളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സവാളയും അതുപോലെ പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കാം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നത്, ചതക്കുന്നില്ല, ഒന്ന് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഒരു ചെമ്പ് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അതുവരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലോട്ട് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ആക്കുന്നതല്ല, അപ്പോൾ കുറച്ച് എരിവ് കൂടുതലുണ്ടാവും. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച നണ്ട് ഇട്ട് കൊടുക്കുക. അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ച് മസാലകളെല്ലാം ഒന്ന് യോജിപ്പിച്ച് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലാവേണ്ട, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല വഴറ്റിയതിന് ശേഷം ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഉച്ചക്കത്തെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാം. അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ നൂലപ്പത്തിന്റെ കൂടെയാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.